നമസ്കാരം. ആസ്ട്രോളജി ടെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വിഷു മുതൽ 9 നക്ഷത്രക്കാർക്ക് ശുക്രൻ ഉദിച്ചു എന്ന് തന്നെ പറയാം. ആ 9 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മേടമാസം ഇവരുടെ ദുരിതകാലം അവസാനിച്ച് ഇനി നല്ല സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്തിൽ ആഘോഷങ്ങൾ നടക്കും. സാമ്പത്തികമായി മുന്നേറാൻ പറ്റിയ സമയമാണിത്. ഏത് കർമ്മ മേഖലയിലും ഉയരാൻ കഴിയുന്ന സമയവുമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദേശ ജോലിയിലുള്ള തടസ്സങ്ങൾ കിട്ടാനുള്ള സ്വത്ത് ലഭിക്കും. ജോലിയിൽ ഉയർച്ച ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. പല രംഗത്തും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. ഇനി അടുത്ത നക്ഷത്രമായ മകീരി നക്ഷത്രക്കാരെ കോടതിയുമായി ബന്ധപ്പെട്ട് സ്വത്ത് തർക്കങ്ങളിൽ അനുകൂലമായ വിധി ഉണ്ടാകും. പുതിയ വീട് വയ്ക്കാനുള്ള യോഗവുമുണ്ട്. ഇനി അടുത്ത നക്ഷത്രമായ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലിയിൽ വലിയ ഉയർച്ചയുണ്ടാകും. പൂർവിക സ്വത്ത് കിട്ടും. ബിസിനസ് സംബന്ധിച്ചവർക്ക് വൻ ലാഭവും ഉണ്ടാകും. ഇനി അടുത്ത നക്ഷത്രമായ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലിയിൽ വലിയ ഉയർച്ചയുണ്ടാകും. വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗവുമുണ്ട്. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി അടുത്ത നക്ഷത്രമായ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. ഇവർക്ക് എല്ലാ രീതിയിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണിത്. എല്ലാ രംഗത്തും ഉയർച്ചയുണ്ടാകുന്ന സമയവുമാണിത്. ആയില്യ നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് ഇത്. ഇനി അടുത്ത നക്ഷത്രമായ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ യാത്രകൾ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ജീവിതത്തിൽ ഉയർച്ചയും പല മാറ്റങ്ങളും വന്നു ചേരും. പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനയോഗം വന്നു ചേരും. സാമ്പത്തികമായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശ യാത്രാ തടസ്സങ്ങൾ മാറി വരും. ഇനി അടുത്ത നക്ഷത്രമായ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനയോഗം വന്നു ചേരും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. സ്വന്തമായി തുടങ്ങിയ പല സംരംഭങ്ങളിലും മുന്നേറാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ